ഇനി ഒരു 50 ടവറുകളിലും മുകളിൽ ഞാൻ ഓൾമോസ്റ്റ് ഇതുവരെ ചെയ്തു കഴിഞ്ഞു. ഈ ഇൻഡസ്ട്രിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഘടകം റെപ്യൂട്ടേഷനാണ്. നമ്മുടെ സ്വന്തം വീടെന്ന് പറയണത് അതൊരു ഇമോഷണൽ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാൻ ഓർക്കുന്ന ആകെ ഒരു അശോകയുടെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു മറൈൻ ഡ്രൈവിൽ, പിന്നെ സീലോഡ് ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 കെട്ടിടങ്ങൾ മാത്രമേ ഒരു റൈറ്റ് ലൊക്കേഷനിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണെങ്കിൽ ഇൽ ഓൾവേസ് ബി എ സ്റ്റേബിൾ അസറ്റ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ എവല്യൂഷൻ തൊട്ടടുത്ത് നിന്ന് കണ്ടതും അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പ്ലീസ് ജോയിൻ മീ ഇൻ വെൽക്കമിങ് മിസ്റ്റർ സുനിൽ കുമാർ, ഫൗണ്ടർ ഓഫ് SK ഗ്രൂപ്പ്. താങ്ക് യു ഫോർ ജോയിനിങ് അസ് സർ. സാറിൻ്റെ ഈ 38 വർഷത്തെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള കരിയർ പുതിയ ആളുകളിലേക്ക്, അതായത് നമ്മളുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ കടന്നു വരാനുള്ള ഓരോ കുട്ടികൾക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇതിലേക്ക് വരാനുള്ള സാറിൻ്റെ പാഷൻ എന്തായിരുന്നു? കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വരാനുള്ള ഒരു നയിച്ചത് എന്താണ്? ഇൻസ്പിറേഷൻ എന്തായിരുന്നു ആക്ച്വലി എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ നടന്നു. ഫാദർ ബൈ പ്രൊഫഷൻ ഒരു ടീച്ചറാണെങ്കിലും കുറേ ബിൽഡിങ്ങുകൾ, അതായത് ഞങ്ങൾ ഒരു വീട് വയ്ക്കും, അത് കുറച്ച് നേരം നാൾ താമസിച്ച് അടുത്ത് അത് വിറ്റിട്ട് വേറെ വീടും, അങ്ങനെ 2-3 വീടുകളിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപ്പകാലങ്ങളിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ എപ്പോഴും ഇത് നനയ്ക്കാനും പണി നോക്കാനും ഒക്കെ അന്ന് തൊട്ടേ ഞാനിങ്ങനെ പോകുമായിരുന്നു. ആ അന്ന് തൊട്ടുള്ളൊരു പാഷനാണ് ഇത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഇത്രയും വലിയൊരു സ്ഥാപനം ഉണ്ടാവാനുള്ള ഒരു. പിന്നെ ഞാൻ അങ്ങനെ സിവിൽ എഞ്ചിനീയറായി. ഓക്കെ, അതുകൊണ്ട് ആ പ്രൊഫഷനിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായി. എപ്പോഴാണ് ഒരു ഫുൾ സ്വിങ് ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ള കോൺഫിഡൻസ് എങ്ങനെയാണ് വന്നത്? ഇത്രയും കൺസ്ട്രക്ഷൻ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഉറപ്പായിട്ടും, പക്ഷേ എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്? ആക്ച്വലി ഞാൻ 1988 എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വർഷം ഞാൻ ഒരു എഞ്ചിനീയറിൻ്റെ കൂടെ എക്സ്പീരിയൻസിനായിട്ട് പോയി. ഓക്കെ, അപ്പോഴും എനിക്ക് സ്വന്തമായി ചെയ്യാനായിരുന്നു ആഗ്രഹം. ആരെയും കൂടെ ജോലി ചെയ്യാനുള്ളൊരു താല്പര്യം എനിക്ക് ഉണ്ടായില്ല. ഒരു ബിസിനസ് മാൻ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ റൂമായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിനൊപ്പം തന്നെ എനിക്ക് കടമറ്റം പള്ളിയുടെ സൺഡേ സ്കൂളിൻ്റെ വർക്ക് കിട്ടി. ഓക്കെ, പിന്നെ അതിൻ്റെ പുറകെ ഞാൻ കണ്ടമാനം വീടുകളുടെ വർക്ക്, ഒരു 10-25 വീടുകളോളം ഞാൻ എറണാകുളത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ, പ്ലാനിങ്, എക്സിക്യൂഷൻ എല്ലാം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കൊരു വലിയൊരു ടീം നമ്മുടെ SKയുടെ ഗ്രൂപ്പിൽ വന്നു. അതെ, നമുക്ക് നല്ലൊരു ടീം അതോടെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിയൽ എസ്റ്റേറ്റ് ബൂം, ഫ്ലാറ്റ്സിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെയൊക്കെ ബൂം വന്നത്. ഓക്കെ, ആ സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഒരു സെൻറ്റ് ജോർജ് ടവേഴ്സ് എന്ന് പാലാരോട്ടത്തുള്ള 14 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഓക്കെ, അത് കിട്ടിയ ഉടനെ തന്നെ എനിക്ക് സ്കൈലൈൻ്റെ ഓപ്പൽ ആർച്ച് എന്നുള്ള പ്രോജക്റ്റ് എനിക്ക് അത് ഏത് ഇയർ ആയിരുന്നു സാർ? എക്സാക്ട്ലി 2002 എനിക്ക് ഓപ്പൽ ആർച്ച് സ്കൈലൈൻ്റെ ഒരു പ്രോജക്റ്റ് കിട്ടുന്നത്. അതിൽ നിന്നാണ് ഞാൻ പ്രൊഫഷണലി എങ്ങനെ പ്രോജക്റ്റ് ചെയ്യാം, ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, സ്പീഡ്, ടൈംലി കംപ്ലീഷൻ, ഇതെല്ലാം ഞാൻ അതിൽ നിന്നാണ് പഠിച്ചത്. ഓക്കെ, അതിനുശേഷം എനിക്ക് സ്കൈലൈനിൽ നിന്നും മറ്റ് റെപ്യൂട്ടഡ് ബിൽഡേഴ്സായ ഒലിവ്, നോയൽ, അബാദ് എല്ലാവരെയും പ്രോജക്ട്സുകൾ എനിക്ക് കിട്ടി. എനിക്കൊരു 50 ടവറുകളിലും മുകളിൽ ഞാൻ ഓൾമോസ്റ്റ് ഇതുവരെ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അതിൽ ഒരു 20 ടവറുകൾ കാക്കനാട് തന്നെയാണ് ഞാൻ ചെയ്തത്. 1980 മുതലാണ് സാറിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സാർ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു എവല്യൂഷൻ കാണുന്നത്? ആദ്യകാലങ്ങളിൽ നമ്മുടെ എറണാകുളത്തും കേരളത്തിൽ തന്നെ പറഞ്ഞാലും ആദ്യം ഹൈറൈസ് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ കുറച്ച് ടവറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓർക്കുന്ന ആകെ ഒരു അശോകയുടെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു മറൈൻ ഡ്രൈവിൽ, പിന്നെ സീലോഡ് ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 കെട്ടിടങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ സമയത്ത് നമുക്ക് ലാൻഡ് വാല്യൂ കുറവായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് വീടുകളും സ്ഥലം വാങ്ങി വീട് വയ്ക്കുക. പിന്നെ ലാൻഡ് വാല്യൂയും കൂടി എല്ലാവരും ഗൾഫിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി പാരൻസിനെ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യാൻ തുടങ്ങി ഫ്ലാറ്റ്സും കുറച്ചുകൂടി സെക്യൂർ ആണ്. അതെ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആണ് ഈ റിയൽ എസ്റ്റേറ്റ് ഇവിടെ ബൂം ചെയ്തത്. നമ്മളെ ഇപ്പോൾ ഉള്ള ബിൽഡേഴ്സ് എല്ലാം മുന്നോട്ട് വന്ന് പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോഴും ഒരാൾക്ക് ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കുക എന്ന് പറഞ്ഞത് ഡ്രീം ചെയ്യാനേ പറ്റുള്ളൂ. അത്രയും കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. സാറിൻ്റെ ഇത്രയും നീണ്ട കരിയറിൽ സാർ എത്ര പേരായിട്ട്, അതായത് മേജർ ബിൽഡേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ
ഒരു 50 above ടവേഴ്സ് ഞാൻ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എറണാകുളത്തും തിരുവല്ല, കോട്ടയം പല സ്ഥലങ്ങളിലായിട്ട്. അതിൽ കൂടുതലും ഞാൻ സ്കൈലൈൻ്റെ ബിൽഡിങ്സാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒലിവിൻ്റെ ചെയ്തിട്ടുണ്ട്, പിന്നെ നോയലിൻ്റെ ഉണ്ട്, അബാദിൻ്റെ ഉണ്ട്. അങ്ങനെ റിപ്പീറ്റഡ് ബിൽഡേഴ്സായിട്ടുള്ള എല്ലാവരെയും വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ഇത്ര നാളത്തെ കരിയറിൽ സാറിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ലെസൺ എന്താണ് എക്സാക്ട്ലി? ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, സ്പീഡിൽ വർക്ക് ചെയ്യുക, ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ. ഇന്നും ഈ പറഞ്ഞ എല്ലാ ബിൽഡേഴ്സും ഇന്നും എനിക്ക് വർക്ക് തരാൻ തയ്യാറാണ്. അതെല്ലാം എന്നിലുള്ള ട്രസ്റ്റാണ്. ഈ ഇൻഡസ്ട്രിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഘടകം റെപ്യൂട്ടേഷനാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല സക്സസ് ഉണ്ടാകും. സാർ 50ഓളം പ്രൊജക്റ്റുകൾ ഇപ്പോൾ സാർ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുന്നു. സാറിൻ്റെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഉണ്ടോ? എല്ലാ പ്രോജക്റ്റും എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ കാക്കനാട് ഏരിയയിൽ ഞാൻ ഒരു 20-ൽ കൂടുതൽ ഫ്ലാറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കിതെല്ലാം നമ്മൾ ചെയ്തതാണല്ലോ എന്ന് തോന്നുമ്പോൾ വളരെ ഒരു സന്തോഷം തോന്നാറുണ്ട്. കാക്കനാടിൻ്റെ ട്രാൻസ്ഫോർമേഷനിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാർ ഇപ്പം യങ് എൻജിനീയേഴ്സ് ഒരുപാട് പേര് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സാറിന് എന്ത് അഡ്വൈസാണ് അവരോട് കൊടുക്കാനുള്ളത്? ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഇതൊരു വൈറ്റ് കോളർ ജോബല്ല. ഇനിഷ്യലി ഒരു 5-6 വർഷം സൈറ്റിലിറങ്ങി കഷ്ടപ്പെട്ട് പഠിച്ചാലേ നമുക്കൊരു നല്ല നിലയിൽ എത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നല്ലൊരു നിലയിൽ നല്ലൊരു പൊസിഷനിൽ നമുക്ക് എത്താൻ കഴിയും. അതുവരെ കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർ മാത്രം ഈ ഫീൽഡിലേക്ക് ഇറങ്ങുകയെന്നേ ഞാൻ പറയുന്നുള്ളൂ. We are now joined by Nakul S. Kumar, GM Sales and Marketing, SK Builders. Welcome you, sir. Thank you. 2012 SK Builders ലോഞ്ച് ചെയ്തു. അതായത് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നുള്ളൊരു ഡിഫറെൻറ്റ് ഷിഫ്റ്റാണ് ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻസും? ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഈ ബിൽഡേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്, അവരുടെ കൂടെ ക്ലോസായി വർക്ക് ചെയ്യാനും കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു ഷിഫ്റ്റിന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആകെ കൺസ്ട്രക്ഷൻ ടീം നല്ലൊരു ടീം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ സെയിൽസ് ടീം മാത്രമേ എനിക്ക് പുതിയതായി ബിൽഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ നന്നായി ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നല്ല എല്ലാം സെറ്റാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായി കൊണ്ടുപോകുന്നുണ്ട്. പ്രോജക്ട്സ് എല്ലാം നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. 2012 നമ്മൾ SK ബിൽഡേഴ്സ് ലോഞ്ച് ചെയ്തു. സാറിൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ഏതായിരുന്നു? ആദ്യമേ ഞാൻ ലോഞ്ച് ചെയ്തത് SK റിഗാലിയ. അതിൻ്റെ കൂടെ തന്നെ SK ഫ്ലോറാലിയം സ്റ്റാർട്ട് ചെയ്തു. അത് ചെറിയൊരു പ്രോജക്റ്റായിരുന്നു. SK റിഗാലിയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു 1.23 ഏക്കേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 125 യൂണിറ്റ്സും 2 ടവറിലായിട്ടും ഉണ്ടായിരുന്നു. അതൊരു പ്രൈം ലൊക്കേഷനിലാണ് ലോഞ്ച്. അത് ജവഹർ നഗർ, അതുകൊണ്ട് ഹാർട്ട് ഓഫ് ദ സിറ്റി. അതെ, അതുകൊണ്ട് സെയിൽസിനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. അത് നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് എല്ലാ ക്ലയൻസും വളരെ ഹാപ്പിയാണ് അവിടെ. കൊച്ചി ഒരു ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റാണ്. കൊച്ചി മാത്രമല്ല, അക്രോസ് കേരള സ്കേർസിറ്റി ഓഫ് ലാൻഡ് നമുക്ക് ഒരുപാടുണ്ട്. ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഉണ്ട് ഇവിടെ, മേജർ ബിൽഡേഴ്സ്. ഇന്ത്യയിൽ നിന്നും അക്രോസ് ഇന്ത്യയിൽ നിന്നും ഒരുപാട് ബിൽഡേഴ്സ് കൊച്ചിയിൽ ചെയ്യുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് നമ്മളത് ഇത്രയും കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് SK ബിൽഡേഴ്സ്? നമ്മൾ മെയിൻലി ഡിഫറൻഷ്യേറ്റ് ചെയ്യണ നമ്മളൊരു എൻജിനീയറിംഗ് ലെഡ് ആയിട്ടുള്ള ഒരു ടീമാണ് നമുക്ക്. അപ്പോൾ നമുക്ക് എപ്പോഴും ക്വാളിറ്റിയും ടൈം എന്നെല്ലാം ടൈംലി ഡെലിവറിയൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും നമുക്ക്. കാരണം ഇത്രയും കൊല്ലത്തെ എൻജിനീയറിംഗ് എക്സ്പെർട്ടീസ് ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും ക്ലയൻസായിട്ട് എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റിൻ്റെ സെയിൽസിലാണെങ്കിൽ പോലും നമ്മൾ അഗ്രസീവായിട്ട് മാർക്കറ്റ് ചെയ്തല്ല അത് സെല് ചെയ്ത്, വേർഡ് ഓഫ് മൗത്ത് ത്രൂ തന്നെയാണ് അത് സെല്ലായി പോയത്. ഡു യു ഫീൽ ഇന്നത്തെ ഹോം ബയേഴ്സ് കൺസ്ട്രക്ഷൻ മേഖലയെ കുറിച്ചും കൂടുതൽ അവെയർ ആണോ? അതായത് അവർ കുറച്ചുകൂടി ഡിമാൻഡിങ് ആണോ? യെസ്, ഡെഫിനറ്റ്ലി. ഇന്നത്തെ ഹോം ബയേഴ്സ് കുറച്ചും കൂടി അവെയർ ആണ്, വളരെ ഡിമാൻഡിങ് ആണ്. ഇപ്പം ഇൻ്റർനെറ്റിൻ്റെ കാലമാണല്ലോ, എല്ലാവർക്കും വിവരമുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവർ കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻസും നല്ല നോളജബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഫോഴ്സസ് ടു ബി മോർ പ്രിപ്പയർഡ്. ആൻഡ് അതും മാത്രമല്ല, അത് നമ്മളൊരു നല്ലൊരു പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മളത് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദ ലോങ് റൺ ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ദ ഹോംസ് ദ വി ബിൽഡ്. ഇന്നത്തെ ഹോം ബയേഴ്സ് പുതിയതായി വീട് വാങ്ങാൻ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, അവരുടെ എപ്പോഴും ഒരു കൺസേൺസ് ആണ് അപ്പാർട്ട്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നുള്ളത്. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്?
യെസ് ഇറ്റ് ആക്ച്വലി ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ, അവരുടെ ഒരു ഇൻകം, അവരുടെ ഒരു ജനറലി എങ്ങനെയാണെന്നുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി ഒരു വെൽ പ്ലാൻ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അതെന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യും വാല്യൂ. ഓക്കെ. ഹോം ബൈയിങ് എപ്പോഴും ഒരു ഇമോഷണൽ ഡിസിഷനാണ്. അത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ അത് എപ്പോഴും വർത്താണ്. പിന്നെ ഒരു ഹോം ബൈയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എപ്പോഴും ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ മാത്രമല്ല, അതൊരു ഇമോഷണൽ വാല്യൂയും കൂടി ഉള്ളൊരു ഇതാണ്. നമ്മുടെ സ്വന്തം വീടെന്ന് പറയണത് അതൊരു ഇമോഷണൽ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടാവും. ഒരു റൈറ്റ് ലൊക്കേഷനിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അത് വിൽ ഓൾവേസ് ബി എ സ്റ്റേബിൾ അസറ്റ്. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖല എസ്പെഷ്യലി ഇൻ കൊച്ചി എങ്ങനെയായിരിക്കും ഒരു 5 to 10 ഇയേഴ്സിൽ കൊച്ചി എങ്ങനെയാണ് ഇവോൾവ് ചെയ്യാൻ പോകുന്നത്? അതിൽ SKയുടെ ഒരു പാർട്ട് എങ്ങനെയായിരിക്കും, ഒരു ഗ്രോത്ത് എങ്ങനെയായിരിക്കും? കൊച്ചി ഇപ്പോൾ വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. ഷിപ്പ് യാർഡിൻ്റെ എക്സ്പാൻഷൻ നടക്കുന്നു. ഷിപ്പ് യാർഡിൽ കണ്ടമാനം വർക്കുകൾ വരുന്നുണ്ട്. ഇൻഫോ പാർക്ക് ഡെവലപ്പ് ചെയ്യുന്നു കൂടുതലായിട്ട്. മെട്രോ എക്സ്റ്റൻഷൻ വരുന്നു. അദാനി ലോജിക്സ് പാർക്ക് വരുന്നു. ഇങ്ങനെ ടോട്ടലി കൊച്ചി നല്ലൊരു വികസനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെയുള്ള ബിൽഡർമാർക്കും എല്ലാവർക്കും നല്ലൊരു സ്കോപ്പ് വരികയാണ്. റെസിഡൻഷ്യൽ നീഡ്സ് വളരെയധികം കൂടി വരികയാണ്. എല്ലായിടത്തും എംപ്ലോയീസ് വരുമ്പോൾ നാച്ചുറലി അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും. നമ്മളും അതിന് ഒപ്പം തന്നെ നല്ല 2-3 ലൊക്കേഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉടനെ തന്നെ അതും ഒരു 2-3 വർഷത്തിനുള്ളിൽ പുതിയ ലോഞ്ചുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അച്ഛൻ പറഞ്ഞ പോലെ നല്ല നീഷ് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ പ്രോജക്ട്സ് ലോഞ്ച് ചെയ്യലാണ് ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ. അതുമാത്രമല്ല നമ്മൾ പല മാർക്കറ്റ്, അതായത് സൂപ്പർ ലക്ഷറി മാത്രമല്ലാണ്ട് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ബഡ്ജറ്റ് ലക്ഷറി, പ്രീമിയം, അങ്ങനെ ആ ഒരു സെഗ്മെൻറ്റ്സും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് എല്ലാ സെഗ്മെൻറ്റിനെയും കേറ്റർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്രൊജക്ട്സ് പ്ലാൻ ചെയ്യുന്നത്. സോ SKയുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവായിട്ട് ഗ്രോ ചെയ്യണമെന്നല്ല, നമ്മളൊരു സ്റ്റഡി ഗ്രോത്താണ് പ്ലാൻ ചെയ്യുന്നത്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വി വോണ്ട് ടു മേക്ക് ബിൽഡിങ്സ് ദാറ്റ് ഏജ് വെൽ. ഈ ഇയറിൽ നമ്മൾ പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എവിടേക്കാണെന്നൊന്ന് പറയാമോ? സോ വി ഹാവ് എ ഫ്യൂ പ്രോജക്ട്സ് ഇൻ ദ പൈപ്പ് ലൈൻ. നമ്മൾ മേജർ ഏരിയാസ് ആയിട്ടുള്ള നെട്ടൂർ, കാക്കനാട്, കളമശ്ശേരി, ചേരാനല്ലൂർ എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് പ്രോജക്ട്സ് പൈപ്പ് ലൈനിലുണ്ട്. നമുക്കിനി ഒരു റാപ്പിഡ് ഫയറിലേക്ക് പോവാം. റെഡിയാണോ? ഓക്കെ. കോൺട്രാക്ടർ ഓർ ഡെവലപ്പർ? ഡെവലപ്പർ. എന്താണ് റീസൺ? ഒരു ഫാമിലിക്ക് ഒരു വീട് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും ഇതെല്ലാം കാണുമ്പോൾ അത് അനുഭവിക്കാൻ സാറ്റിസ്ഫാക്ഷൻ. അപ്പാർട്ട്മെന്റ് ഓർ വില്ല? അപ്പാർട്ട്മെന്റ്. എന്തായിരിക്കും റീസൺ? വില്ല ഇപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ ലാൻഡ് കോസ്റ്റ് ഇത്രയും കൂടി നിൽക്കുമ്പോൾ ഒരിക്കലും ഒരു വില്ല ആർക്കും വയബിൾ ആയിരിക്കില്ല. പിന്നെ ഒരു പ്രൈം ലൊക്കേഷനിലൂടെ കിട്ടാൻ എപ്പോഴും അപ്പാർട്ട്മെന്റ് തന്നെ ആയിരിക്കും. അതെ, പ്രൈം ലൊക്കേഷൻ ഓർ അമ്യൂണിറ്റി? ഡെഫിനറ്റ്ലി ലൊക്കേഷൻ. ബിറ്റ് ഓഫ് ബോത്ത്. എന്തായിരിക്കും സ്പെസിഫൈ ചെയ്യാൻ പറ്റും? ലൊക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, അമ്യൂണിറ്റീസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്പെഷ്യലി ഒരു പ്രീമിയം ലൊക്കേഷനിലാണെങ്കിൽ അതുപോലെ അമ്യൂണിറ്റീസ് കൊടുത്തില്ലെങ്കിൽ അതൊരു ആരും താല്പര്യം എക്സ്പെക്റ്റ് ചെയ്യും. ഇപ്പം അങ്ങനത്തെ ഒരു ലൊക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ്, അമ്യൂണിറ്റീസ് ഇല്ലെങ്കിലും. എല്ലാവർക്കും പൂളും അതെ എല്ലാം പാർട്ടി ഏരിയയും അതെ ഇപ്പം എല്ലായിടത്തും ഉണ്ട് ഇത്. അപ്പം അത് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി യങ്ങർ ജനറേഷന്, യങ്ങർ ഹോം ബയേഴ്സിന് അമ്യൂണിറ്റീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ലൊക്കേഷൻ മാത്രമല്ല നോക്കുന്നത്. ലക്ഷറി ഓർ പ്രാക്ടിക്കാലിറ്റി? പ്രാക്ടിക്കാലിറ്റി. വൈ? ഒരു ലക്ഷറി പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രാൻഡ് വാല്യൂ കിട്ടും. അത് ഒരു നീഷ് മാർക്കറ്റിനെയാണ് അത് ടാർഗറ്റ് ചെയ്യണത്, പക്ഷെ അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട് അതിൽ. അതുമാത്രമല്ല ലക്ഷറി പ്രോജക്ട്സ് ആകുമ്പോൾ നമുക്ക് ഒരു വൈഡ് ആൻഡ് സ്കോപ്പാണ്. അത് നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനും ഒക്കെ. നമുക്ക് കൂടുതലും ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സാണ് കൂടുതൽ കിട്ടുക. അവർക്ക് വേണ്ടത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഫ്ലാറ്റാണ് ആവശ്യം. അവരുടെ ഒരു ബഡ്ജറ്റിൽ അടങ്ങുന്ന ഫ്ലാറ്റ് ആയിരിക്കും വേണ്ടത്. എന്നാലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ. സാർ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഇപ്പോൾ സാർ ഒരു ബിൽഡിങ്ങിലേക്ക് കയറുമ്പോൾ ഒരു നോർമൽ പേഴ്സൺ, ഒരു ലേമാൻ നോട്ടീസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ സാറ് നോട്ടീസ് ചെയ്യുന്നുണ്ടാവും.
എന്തായിരിക്കും സാർ ഫസ്റ്റ് ഒരു ബിൽഡിംഗ് കാണുമ്പം ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത് എന്തായിരിക്കും നോട്ടീസ് ചെയ്യുക? ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്, ഓക്കെ, ലൈൻസ് ആൻഡ് ലെവൽസ്, ഫിനിഷ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും സാധനങ്ങളുടെ ഓരോ യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ സ്പെസിഫിക്കേഷൻ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണോ, അതല്ല ലോങ് ലാസ്റ്റിംഗ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് ഒരു എൻജിനീയർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. താങ്ക് യു ഫോർ ജോയിനിങ് അസ്. ഒരുപാട് കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ മേഖലയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഡെഫിനറ്റ്ലി ഒരു ഇൻസൈറ്റ് ആയിരിക്കും കാണുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു ഹോം ബയേഴ്സിന് ഡെഫിനറ്റ്ലി ഒരു എന്താണ് പറയുക, നല്ലൊരു ഇൻസ്പിറേഷനും ആയിരിക്കും ഹോം ബൈ ചെയ്യുന്ന ആളുകൾക്ക്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ ഹാവിങ് us. താങ്ക് യു.